ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതവും. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മേരി ക്രിസ്മസ്, അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു പരിപാടിയില്ല. എല്ലാ ദിവസവും പോലെ സാധാരണ ഡേ. പണ്ടൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമായിരിക്കും, ഒരു ഫീലായിരിക്കും. അന്നൊക്കെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും. അത് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാർഡ് മേടിക്കണം. അതുതന്നെ ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. അന്ന് കാർഡിന് വെച്ചാൽ 30 രൂപയെ, നല്ല കാർഡിനൊക്കെ 50 രൂപയായിരുന്നു. പക്ഷേ ആ ഒരു 50 രൂപ പോലും നമ്മളെ കയ്യിലുണ്ടാവില്ല. 50 പോയിട്ട് 5 രൂപ പോലും കയ്യിലുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കാർഡ് വാങ്ങണം, സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞാണ് ഒരു കാർഡിനുള്ള പൈസ തരിക. പിന്നെ അന്നത്തെ ഈ കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലെയറായിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് വരും. അങ്ങനത്തെ കാർഡായിരിക്കും. അങ്ങനത്തെ കാർഡിനായി അന്ന് കൂടുതൽ ഡിമാൻഡ്. അങ്ങനത്തെ കാർഡിനൊക്കെ 50 രൂപ എന്തോ ആയി. പിന്നെ സാധാ കാർഡുണ്ട്, ഇങ്ങനെ 8 മാത്രമേ ഉള്ളത്. അതിനൊക്കെ റേറ്റ് കുറവായിരുന്നു, 15 രൂപ 20 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ കാർഡൊന്നും അന്ന് ആർക്കും വേണ്ട. അന്നിങ്ങനെ ലെയറായിട്ടുള്ള കാർഡൊക്കെ വേണ്ടത്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതവും അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാവും അങ്ങനത്തെ കാർഡൊക്കെ കിട്ടുമ്പോഴേ. പിന്നെ നാട്ടിലും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും. ആ സമയത്ത് അവിടെയും കാർഡ് കൊടുക്കണം. അന്നൊരു ടാസ്ക് ഇതൊക്കെ. അന്ന് കാർഡും അല്ല കൂടെ എന്തെങ്കിലും ഗിഫ്റ്റും വെക്കണം നിർബന്ധം. അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാനുള്ള പൈസ, അതുപോലെ കാർഡ് വാങ്ങാനുള്ള പൈസ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ക്രിസ്മസ് കേക്ക് മുറിക്കും. അപ്പോൾ വർഷത്തിലൊരു വട്ടമൊക്കെയാണ് കേക്കൊക്കെ കഴിക്കാൻ പറ്റുക. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരുപാട് തവണ കേക്കൊക്കെ വേണമെങ്കിൽ കടയിൽ പോയി കഴിക്കുക. പക്ഷേ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കേക്ക് എന്ന് ഞാൻ പറയാം. ആ കേക്കിന് ക്രീമുള്ള കേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ക്രിസ്മസിനൊക്കെ ഒരു ചെറിയ കഷ്ണമൊക്കെ കിട്ടുള്ളൂ. അന്നത്തെ ക്രിസ്മസ് ഒക്കെ പറയുന്ന പോലെ ഞാനിപ്പം പറയുകയാണ്. അന്നത്തെ ക്രിസ്മസൊക്കെയാണ് ക്രിസ്മസ്. ഇന്നിപ്പോൾ എന്താ സാധാ ഒരു റാൻഡം ഡേ, പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാ ഡേ പോലെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതിൽ. പിന്നെ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്താൽ. പിന്നെ ക്രിസ്മസിന് എന്താണ് ഷൂട്ട് ചെയ്യേണ്ടത്? ഒന്നാമത് എനിക്ക് ഒറ്റ ക്രിസ്ത്യൻ ഫ്രണ്ട്സും ഇല്ല. പിന്നെ ക്രിസ്മസ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ കാർഡ് അയക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പം കാർഡ് അയക്കുന്ന പരിപാടിയൊന്നും ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല. പിന്നെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ കാലിക്കറ്റ് ഈ പ്രാവശ്യം ക്രിസ്മസ് ആയതുകൊണ്ട് മാനാഞ്ചേരൊക്കെ ഫുൾ ഇങ്ങനെ അലങ്കരിച്ച് ഓരോ സംഭവങ്ങൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഞാൻ അറിഞ്ഞിരുന്നു, റീൽസൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇന്നലെ രാത്രി അവിടെ പോയി അവിടെയുള്ളതൊക്കെ ഷൂട്ട് ചെയ്തു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയായും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട് മാനാഞ്ചേറിൻ്റെ അടുത്ത്. ആ പള്ളിയൊക്കെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വൈബായും. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു എല്ലാ ഫെസ്റ്റിവലിനെ വെച്ചിട്ട് കുറച്ച് ടോപ്പിൽ നിൽക്കുന്നൊരു ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി ആ ലൈറ്റിങ്ങും കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ക്രിസ്മസ് വൈബ് അടിച്ച്. കുറേ കാലങ്ങൾക്ക് ശേഷം ക്രിസ്മസ് ആണെന്നൊരു ഫീല് വന്ന്. അപ്പം എൻ്റെ പെങ്ങളെ മക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഒരാൾ. പിന്നെ ഒരാളെ ഞാൻ അങ്ങോട്ട് ഓടിച്ച്, അവൾ ഷർട്ട് ഇട്ടില്ല. ഞാൻ പറഞ്ഞ ഷർട്ട് ഇടാതെ വീഡിയോയിൽ വന്നാലും മിക്കവാറും നമ്മളെ വീഡിയോ ബ്ലോക്കായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പോയി ഷർട്ട് ഇടടിയെന്നുണ്ട്, അവൾ അങ്ങോട്ട് ഓടിച്ചതാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ക്രിസ്മസ് കേക്ക് വേണമെന്ന്. അപ്പോൾ ചെറിയൊരു ക്രിസ്മസ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുക, പിന്നെ ഇന്നലെ കാലിക്കറ്റ് ടൗണിൽ പോയ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ക്രിസ്മസ് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ വിറകും കൊണ്ടുവരുന്നുണ്ട്. അപ്പുറത്തേതോ പറമ്പിൽ പോയി വിറകുണ്ടാക്കി വരികയാണ് 36. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങാൻ പോയാലോ റയ്യ? ഓക്കെ, പൈസ എങ്ങനെ തരുമോ? ദാ അമ്മമ്മ പോകണം, അമ്മമ്മനോട് വാങ്ങാം കേക്ക് ഞങ്ങളുടെ പൈസ. അപ്പം എന്തായാലും പോയി കേക്ക് മേടിക്കട്ടെ. ചാവിയടോ, ചാവി എടുത്തില്ലല്ലോ. ചാവിയാണ് അവിടെ വെച്ച്. ചാവി എടുത്തോ? നീ പണിയാണല്ലേ നീ? ഞാൻ പുറേ പോയോക്കട്ടെ. ഞാനാടാ മനസ്സിലാവുന്നില്ലേ? ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ആറി, ഹാപ്പി ക്രിസ്മസ് ആറി. ഒന്നിനും മനസ്സിലായില്ല ഹെൽമെറ്റ് വെച്ചിട്ട്. ഏത് കേൾക്കാറയ്യാ വാങ്ങ? നമ്മൾ അന്ന് ഇതല്ലേ വാങ്ങി, മാങ്കോന്റെ തന്നെ വാങ്ങിയാലോ? അതൊന്ന് രസം ഉണ്ടായിട്. അല്ല വാനില വാങ്ങിയാലോ? വലുത് അതിനൊക്കെ നല്ല പൈസ ആണോ? ഇതന്നെ വാങ്ങാം മാങ്കോന്റെ. കേക്ക് എന്താ റേറ്റ്? 300 കേട്ടോ. 300 വാങ്ങാം. മൊത്തം 300 അല്ല. അയ്യാ
350 വാങ്ങിയാലോ? ഇത് മുകളിലുള്ള മാംഗോ ഇത് 2 സൈസ് അല്ലേ? അതല്ലേ അപ്പൊ നമ്മൾ അതേം വാങ്ങി. ഇത് വാങ്ങിക്കോ. ആ വാനിലല്ലേ, ആ വൈറ്റ് അല്ല മുകളിലുള്ള. ഓളോരോ ചോദ്യങ്ങൾ. ഫോട്ടോ എടുക്കുന്നത്, ഇതിനാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് അമ്മക്ക് വന്നിട്ട് കുറിച്ചാൽ ഇപ്പൊ തന്നെ മുറിക്കണ്ടല്ലേ? നോണം സമ്മതിക്കണ്ടാവില്ലേ? കേക്ക് വേണ്ടവരാരൊക്കെ കൈ പൊക്കൂ. മുറിക്കട്ടോ. ഹാപ്പി ബർത്ത്ഡേ ജീസസ്, ഹാപ്പി ബർത്ത്ഡേ ജീസസ്. രസം ഉണ്ടോ നമുക്ക്? ഇതാണ് നമ്മളുടെ കേക്ക്. എന്നോട് ഉപ്പല്ലേ കേക്ക്? വളരെ തള്ളു കേൾക്കണം. ഇനി നമുക്ക് കാലിക്കറ്റിലെ കാഴ്ചകൾ കാണാം. ഞാൻ ഇന്നലെ ഈവനിങ് ആയിരുന്നു കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 ഹവറാണ് കാലിക്കറ്റിലോട്ട് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നത് മാനാഞ്ചിറ പാർക്കിലാണ് കേട്ടോ. കൂടുതലും ഈ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റാച്യൂസ് പോലെ ഫ്ലവേഴ്സും അതുപോലെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനിങ്ങനെ LED ലൈറ്റ്സ് വർക്ക് കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ വന്നാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല, നോർമലായിട്ട് തോന്നുള്ളൂ. പക്ഷേ രാത്രി വരുമ്പോഴാണ് ഇതിൻ്റെ ഈ ഭംഗി എന്ന് പറയുന്നത്. ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയ ഫീലായിരുന്നു സത്യത്തിൽ. ജനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഒരുപാട് പേരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലും അതിൻ്റെ പുറത്തുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രക്ക് ക്രൗഡായി. ഇത് ഈ വർഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നത്. ഈ ഒരു LED ലൈറ്റ്സും പിന്നെ ഈ ഫുട്പാത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കര പൈസക്കാരെ വീട്ടിലൊക്കെ രാത്രി കല്യാണ റിസപ്ഷനൊക്കെ പോകില്ല നല്ല ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു LED ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, എനിക്കിതിൽ നടക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നടന്ന് മെയിൻ ഗ്രൗണ്ടിലെത്തിയപ്പോഴല്ല എൻ്റെ മോനെ LED ലൈറ്റ്സ് കൊണ്ട് ഒരു ലോകം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡൈനോസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗ്ലോബ്, വേൾഡ് ഗ്ലോബ്, അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച്ഡ് ആക്കിയിട്ട് നമ്മളെ കേരളം, പിന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ഞുമലൻ്റെ മുകളിൽ ഒരു ഹിമക്കരടി നിൽക്കുന്ന രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്നോമാൻ, വലിയൊരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു. ഞാൻ പിന്നെ ഫോട്ടോസ് ഒന്നും എടുത്തില്ല, കാരണം അമ്മാതിരി ക്രൗഡാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നതിലൊരു കാര്യമില്ലല്ലോ, കാരണം നമ്മളാണോ എടുത്തത് അവരെയാണോ ഫോട്ടോ എടുത്തതെന്ന് പോലും മനസ്സിലാവില്ല. പിന്നെ എനിക്ക് ഈ 2025 അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കണം. ഇനി എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ആ 2025 മൊത്തത്തിലൊന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ ഫുൾ ആൾക്കാരാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലെ തന്നെ അവരും വിചാരിക്കില്ല ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ 2025 മതിയായിരിക്കും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ റൗണ്ടിലുള്ള ഈ സംഭവം കണ്ടോ, ഈ LED ലൈറ്റ്, ഇതിലൂടെ എങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയോ, നമ്മളുടെ യൂണിവേഴ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മളെ ഈ പ്ലാനറ്റ്സ് ഒക്കെ ഇങ്ങനെ മൂവ് ആവില്ലേ? ഞാൻ ഈ ക്യാമറ പിടിച്ചില്ലെങ്കിൽ നടക്കുമ്പോൾ എനിക്കിങ്ങനെ പ്ലാനറ്റ്സ് ഒക്കെ ഇങ്ങനെ സ്പേസിൽ കൂടി ഇങ്ങനെ മൂവ് ആകുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണോ എന്ന് അറിയില്ല, അങ്ങനെ ഒരു ഇല്യൂഷൻ പോലെ എനിക്ക് തോന്നി. പിന്നെ അതാ കപ്പിൾസിനും ലവേഴ്സിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, നമ്മുടെ ഹാർട്ട് ഷേപ്പ്, അത് വൈറ്റ് LED ലൈറ്റിലുണ്ട്, അതുപോലെ തന്നെ റെഡ് കളർ LED ലൈറ്റിലുണ്ട്. പിന്നെ ഒരു വായൻ്റെ ഇല പോലത്തെ ലൈറ്റ് കണ്ടോ, ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി ജസ്റ്റ് പട്ടി ഷോ കാണിച്ചു. പിന്നെ ഈ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും പിന്നെ അധികം ഷൂട്ട് ചെയ്തില്ല. ഞാൻ നടന്ന് ക്ഷീണിച്ചു എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ചെറിയൊരു ക്രിസ്മസ് വ്ളോഗായിട്ട് നിങ്ങളിത് കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗായ്സ്, ബൈ.